ഹലോ ഗൈസ്, അപ്പോൾ ഇത് ബ്ലോസം ക്യാൻവാസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സബ്സ്ക്രൈബർ വന്നിട്ട് ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടു ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, ഈ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഫുള്ളായിട്ടൊന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. ഫസ്റ്റ് പോയിൻ്റാണ് ക്ലാരിറ്റി ഓഫ് എനി വീഡിയോ. അതില്ലാതെ നമുക്ക് എന്തായാലും ഫേമസ് ആവാനൊന്നും പറ്റത്തില്ല. കാരണം ഞാൻ ആദ്യം ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസിനെല്ലാം ക്ലാരിറ്റി നല്ല കുറവായിരുന്നു. അത് കണ്ടുകൊണ്ടിരുന്നവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യം തന്നെ ഈ ഒരു ടേബിളിൽ വെച്ചാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അവിടെ കുറച്ച് ക്ലാരിറ്റി കുറവായിരുന്നു. പിന്നെ ഞാൻ ഫോൺ യൂസ് ചെയ്ത ഫോണും കൊള്ളത്തില്ലായിരുന്നു. സാംസങ് ആണ് യൂസ് ചെയ്തത്, ബട്ട് അതിന് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പോക്കോ എന്ന് പറഞ്ഞൊരു ഫോണാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഫോണാണ്. അതിൻ്റെ വെർഷനൊന്നും എൻ്റെ ചോദിക്കില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ഫോണിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ 1K ആയാലും 2K ഒക്കെ ആയാലും അടിച്ചത്. ഈ ഒരു കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് 10K വ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാനിവിടെ തുള്ളിച്ചാടി നടക്കായിരുന്നു ആ വീഡിയോ 10K അടിച്ചപ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ക്ലാരിറ്റി ഉള്ള ഏതെങ്കിലും ഒരു ഫോൺ തിരഞ്ഞെടുക്കാം. ഐഫോണിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് ക്യാമറയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസാണല്ലോ, നമ്മൾ വ്ളോഗേഴ്സൊന്നും അല്ലാത്തതുകൊണ്ട് ക്യാമറയുടെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെയൊക്കെ വ്ളോഗ്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ക്യാമറയൊക്കെ യൂസ് ചെയ്യുക, അതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ കുറച്ച് ഫേമസ് ആയിട്ട് പോരി. അപ്പം ആദ്യം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഫോൺ. നെക്സ്റ്റ് ആയിട്ടുള്ള മെയിൻ ഫാക്ടറാണ് ഈ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ലൈറ്റിംഗ് ഇല്ലാത്ത വീഡിയോസിന് കുറച്ച് ഇതൊക്കെ കുറവായിരിക്കും. അതിന് മെയിനായിട്ട് ക്ലാരിറ്റിയും കുറവായിരിക്കും കേട്ടോ. മറ്റത് രണ്ടും ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ്. ലൈറ്റിങ്ങിൽ നിങ്ങൾക്ക് കൂടുതൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ സൺലൈറ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ റൂമിൽ സൺലൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് സൺലൈറ്റ് കുറവാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് ഇതൊക്കെ കുറവായിരിക്കും. സൺകിസ്ഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്താൽ കുറച്ച് വ്യൂസ് കൂടുതലായിരിക്കും കേട്ടോ. അതാണ് എനിക്ക് പറയുന്നത് നെക്സ്റ്റ് മെയിനായിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അടുത്ത പോയിൻറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഈ ഒരു സൺലൈറ്റിൽ കൂടുതൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ പോയിരുന്നിട്ട് സൺലൈറ്റിൽ വീഡിയോസൊക്കെ എടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വ്യൂസ് കിട്ടും. എനിക്ക് അവിടെ പോയിരുന്നതിന് ശേഷമാണ് എനിക്ക് 1K 2K ഒക്കെ അടിച്ച് തുടങ്ങിയത് കേട്ടോ. അതാണ് ആരംഭം. നെക്സ്റ്റ് മെയിനായിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ഒരു വീഡിയോസ് അപ്ലോഡ് ഡെയിലി. അപ്പം ഈ ഒരു വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക എല്ലാ ദിവസവും. അപ്പം നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാനും സബ്സ്ക്രൈബേഴ്സ് ഒരു വീഡിയോയിൽ നിന്ന് 1-2 കൂടാനൊക്കെ സഹായിക്കും. ആദ്യമൊക്കെ 1-2 ആയിരിക്കും കൂടുന്നത്, പിന്നെ ഒരു 5-6 കൂടും. അങ്ങനെ ലെവലപ്പായി പോകുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ക്രാഫ്റ്റേഴ്സിനാകുമ്പോൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും കാണില്ലല്ലോ. ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രം ഇറങ്ങാട്ടെ ഈ ഒരു ക്രാഫ്റ്റ് യൂട്യൂബ് ചാനലിൽ. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു വ്ളോഗേഴ്സിനാണെങ്കിൽ ഡെയിലി ഒന്നും ഇതാക്കാൻ പറ്റത്തില്ലായിരിക്കും വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പം എന്നെ പോലത്തെ ഒരു ചൈൽഡാണെങ്കിൽ അവർക്ക് വീഡിയോസ് എല്ലാ ദിവസവും വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ എപ്പോഴും ഔട്ടിങ്ങിനൊന്നും പോകത്തില്ലല്ലോ. അപ്പം ഇതെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, വ്ളോഗ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനൊരു സ്റ്റുഡൻറ്റും കൂടെ ആയതുകൊണ്ട് എനിക്ക് അതിലൊക്കെ ചെയ്യണമല്ലോ. അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ ഒരു സംരംഭമുണ്ട്, അതിന് വർക്കൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മെയിൻ ഫാക്ടർ എന്നാണ് ഇപ്പം ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക. അത് നല്ല ക്ലാരിറ്റിയിൽ നല്ല ലൈറ്റിങ്ങോട് കൂടി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യൂസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ വലിയ യൂട്യൂബറൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു തരുന്നത് എന്നുള്ളത്. എന്നെ കണ്ടിട്ട് ആർക്കെങ്കിലും ഇൻസ്പയർ ആയി യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ അടുത്ത് ഒരു കുറച്ച് ചോദിച്ചൊന്ന് മാത്രമാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് വലിയൊരു അറിവൊന്നും ഇല്ല, അതുകൊണ്ടാണ്. ബട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് വ്യൂസൊക്കെ ഉണ്ടാക്കാനും പിന്നെ അതിനൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് സഹായിക്കുക ഗൈസ്. എൻ്റെ ചാനൽ മോണിറ്റൈസേഷനൊന്നും ആയിട്ടില്ല, നിങ്ങളൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ സഹായിക്കുക. അടുത്തൊരു പോയിൻ്റാണ് ക്രാഫ്റ്റ് സപ്ലൈസ് എന്നുള്ളത്. ക്രാഫ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. വ്ളോഗേഴ്സ് ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോ ഗൈസ്. അപ്പം എന്തായാലും ഈ വീഡിയോസ് തുടങ്ങാൻ ആഗ്രഹമുള്ളവരും അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചാനൽ ഉള്ളവർക്കുമാണ് ഈ ഒരു ഐഡിയ യൂസ്ഫുൾ ആവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രാഫ്റ്റേഴ്സ് ആകുമ്പോഴത്തേക്കും അവർക്ക് കുറേ ക്രാഫ്റ്റ് സപ്ലൈസ് വേണമെന്നായിരിക്കും പലരുടെയും ചിന്ത. ആദ്യം തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ
നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. എന്ന് പറയുമ്പം വൈറ്റ് പേപ്പർ, പിന്നെ അങ്ങനത്തെ സ്കെച്ച് പെന്ന്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ. നമ്മൾ സ്കൂൾ സപ്ലൈസൊക്കെ പോലെ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ മതി. ടാപ്പ്, ഗ്ലൂ, അതൊക്കെ മതിയാവും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്ത് കുറച്ചെങ്കിലും വ്യൂസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓരോ സാധനങ്ങളായിട്ട് വാങ്ങാം. എന്തായാലും നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസിന് അല്ലാതെ തന്നെ ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ വാങ്ങാൻ പറ്റും. അപ്പം എന്ന് വെച്ചാൽ വാഷി ടേപ്പ്, ജേർണൽ ബുക്ക്, അതൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ ഒരു ക്രാഫ്റ്റർ എന്ന നിലയ്ക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാ ക്രാഫ്റ്റ് സപ്ലൈസ് ഒന്നും വേണമെന്നൊന്നുമില്ല. എൻ്റെയിലും മിക്ക പ്രൊഡക്ട്സ് ഒന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് പേപ്പേഴ്സിൻ്റെയും മെയിനായിട്ടുള്ള കുറച്ച് സാധനത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ ഒരു ക്രാഫ്റ്റ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം വാങ്ങി വെച്ചിട്ടല്ല എല്ലാവരും തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം ഒന്നും വേണ്ട കേട്ടോ. അപ്പം പേപ്പേഴ്സോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം മതിയാവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ക്രാഫ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു പോയിൻ്റാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഡെക്കോസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ടേബിളിൽ വെച്ചിരിക്കുമ്പോൾ കുറേ സാധനങ്ങൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതേ സാധനങ്ങൾ വാങ്ങിയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എൻ്റെ ഡെക്കോർ പോലെ നിങ്ങൾക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്കിത് വാങ്ങാൻ മാത്രമല്ല, ഞാൻ ആ ഹൗസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ ഹാൻഡ് മെയ്ഡായിട്ടാണ്. അതേപോലെ കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള ഡെക്കോർസ് നിങ്ങൾ ഹാൻഡ് മെയ്ഡായിട്ട് നിങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് വെച്ചാലും മതി ആദ്യം സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ നിങ്ങളതിൽ എന്തെങ്കിലും എസ്തെറ്റിക് ആയിട്ടുള്ള ഡെക്കോർസും എല്ലാം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളവിടെ വെച്ച് കൊടുക്കുക. ഒരു ക്യാമറ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലാതെ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതൊന്നും അല്ല. എൻ്റെ വീഡിയോസിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ പേര് പറയുമെന്ന് വേണ്ടിയിട്ട്. അപ്പം ഐ തിങ്ക് അത് നമുക്ക് പറയാം കേട്ടോ. എൻ്റെ ഷോർട്ട് വീഡിയോയിലായിട്ട് ഒരാളുടെ പേരോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ പേരൊക്കെ കമൻറ്റ് ചെയ്തോ, ഞാൻ എന്തായാലും വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് കുറച്ച് വലിയ യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ലതായിട്ട് യൂസ്ഫുൾ ആവുന്നൊരു പോയിൻ്റ് തന്നെയാണ് ടൈമിംഗ് ഫോർ അപ്ലോഡിങ് വീഡിയോസ്. സാധാരണക്കാർക്കും ഇടാൻ വേണ്ടി പറ്റും കേട്ടോ. ബട്ട് എല്ലാ സമയവും കറക്റ്റായിട്ട് ഇടണമെന്നൊന്നുമില്ല. നമ്മളുടെ കുഞ്ഞ് യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്ക്, ഞാൻ ആദ്യമൊക്കെ 5 o'clockനാണ് ഇട്ടുകൊണ്ടിരുന്നത് ഈവനിങ് ടൈമിൽ. കൂടുതലും ഈവനിങ് ടൈമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ നാളേക്കാകുമ്പോൾ കുറച്ച് വ്യൂസൊക്കെ കിട്ടും. അല്ലാതെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് രാവിലെ അപ്ലോഡ് ചെയ്താൽ എനിക്ക് വലിയ വ്യൂസൊന്നും കിട്ടാറില്ല. പിന്നെ രാത്രി അങ്ങനെ അപ്ലോഡ് ചെയ്താൽ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈവനിങ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഇടയായിട്ട് ഞാൻ 5 മണിക്കാണ് വീഡിയോവേ എടുക്കാൻ പോകുന്നത് വെളിയിൽ. അല്ലാതെ ഭയങ്കര വെയിലാണ് വെളിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് 7 ആ ഒരു ടൈമിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കറക്റ്റ് ടൈമിങ്ങിന് ഓരോരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഒരു ചാനൽ ഒന്നില്ലെങ്കിൽ 5 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കോ ആ ഒരു ടൈമിങ്ങിന് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. 5:30ക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് കുറച്ചും കൂടി യൂസ്ഫുള്ളാവും. പിന്നെ അവർ പെട്ടെന്ന് നമ്മൾ അട്രാക്റ്റീവ് ആവും കേട്ടോ. എല്ലാ സമയവും ഇതേ ടൈമിന് അവർ വന്ന് നമ്മൾ വീഡിയോസ് കാണാൻ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാവും കേട്ടോ. അല്ലാതെ അവർ ഫോൺ എടുക്കുമ്പോൾ കറക്റ്റ് ടൈമിന് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വീഡിയോസ് കാണാറ്. അപ്പം ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുന്നത് കുറച്ചും കൂടെ ബിഗായിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കേട്ടോ. എന്തായാലും നമുക്ക് യൂസ്ഫുള്ളൊക്കെ ആവാറുണ്ട്. ബട്ട് ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ വലിയ യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്കാണ്. നെക്സ്റ്റ് ഒന്നാണ് എഡിറ്റിംഗ്. ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോസിനൊക്കെ നമുക്ക് വലിയ എഡിറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ ഒരു വോയിസ് ഓവർ ചെയ്യുക, പിന്നെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുക. എന്ന് വെച്ചാൽ ലൈറ്റ്നെസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കോൺട്രാക്ട്സ് അങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അല്ലാതെ വേറെ ഒന്നും വലുതായിട്ട് ചെയ്യാനില്ല. വോയിസ് ഓവറാണ് ഇതിൻ്റെ മെയിൻ. കുറച്ച് വോയിസൊക്കെ കുറച്ച് അട്രാക്റ്റീവായിട്ട് മെയിൻ കാര്യങ്ങളൊക്കെ മാത്രം പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങൾക്ക് വോയിസ് ഓവർ ചെയ്യാം. അതാകുമ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും കേട്ടോ. കുറച്ചും കൂടി സ്വീറ്റ് വോയിസ് ഉള്ളവർക്ക് നല്ല രസമായിരിക്കും. ബട്ട് നമ്മുടെ ലാംഗ്വേജ് അങ്ങനെയല്ല. ചിലരുടെ ലാംഗ്വേജ് ചിലർ ഭയങ്കര ഇഷ്ടപ്പെടും നമ്മളെ പ്രേക്ഷകർക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് നോക്കി വെച്ചിട്ട് എഡിറ്റ് ചെയ്യുക. പിന്നെ എഫക്ട്സ് ഒന്നും വാരി വലിച്ചിടരുത്. ഇതൊരു റീൽസൊന്നുമല്ല, ജസ്റ്റ് ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോസാണ്, ട്യൂട്ടോറിയൽ പോലെയാണ്. അപ്പോൾ കുറച്ച് എഫക്ട്സ് ഒന്നും വാരി വലിച്ചൊന്നും ഇടണ്ട. വോയിസ് ഓവർ ചെയ്യുക, പിന്നെ അതിൻ്റെ ഒരു ക്ലിയർ ആക്കുക, വീഡിയോ HDയിലാക്കി എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ക്രാഫ്റ്റ് ചാനൽ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രാഫ്റ്റ് ചാനൽസ് ഉണ്ട്. ചിലതാണെങ്കിൽ ക്രാഫ്റ്റ് അല്ലായിരിക്കും, മറ്റേ പേപ്പർ ക്രാഫ്റ്റ് മാത്രമായിട്ട് ഇടുന്നവരുണ്ട്, ചിലവർ ഡ്രോയിങ് ഇടുന്നവരുണ്ട്, ചിലർ പെയിൻറ്റിങ് ഇടുന്നവരുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ, ക്രോഷറ്റ് അങ്ങനെയൊക്കെ ഇടുന്നവരും ഉണ്ട്. അപ്പം ഇതിൻ്റെ പലതരം ക്രാഫ്റ്റേഴ്സാണ് വരുന്നത്. അതുകൊണ്ട്
ഇപ്പം ക്രോഷ് ആണെങ്കിൽ അവർക്ക് യാണ്, ഹുക്ക്, പിന്നെ സ്റ്റിച്ച് മാർക്കേഴ്സ്, നീഡിൽസ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രം മതിയായിരിക്കും, സിസേഴ്സൊക്കെ. അപ്പം അതൊക്കെ വാങ്ങി വെച്ചിട്ടൊന്ന് ഇതാക്കുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അല്ലാതെ നമ്മുടെ ഫുൾ ക്രാഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാ സാധനങ്ങളും വേണ്ടി വരും. എന്ന് വെച്ചാൽ പേപ്പർ, സ്കെച്ച്, മാർക്കർ അങ്ങനത്തെ എല്ലാം വേണ്ടി വരും. അപ്പം ഈ ക്രാഫ്റ്റ് ചാനലുള്ളവർക്ക് എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ ഈ ക്രോഷറ്റ് ചെയ്യാം, ഡ്രോയിങ് ചെയ്യാം, പെയിൻറ്റിങ് ചെയ്യാം, എല്ലാം ചെയ്യാം. ചിലവരെന്ന് പറയുമ്പോൾ അവർക്ക് പെയിൻറ്റിങ് മാത്രം ചെയ്യുന്ന ഒരു ചാനലായിരിക്കും. അവർക്ക് പെയിൻറ്റിങ്ങിന് വേണ്ട ക്യാൻവാസ്, പിന്നെ പേപ്പർ, പെയിൻറ്റ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രം മതിയായിരിക്കും. അപ്പം ഓരോ കാറ്റഗറിയിലുള്ളവർക്ക് ഓരോ സാധനങ്ങളായിരിക്കും. ഫുൾ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് എല്ലാം വേണ്ടി വരും കേട്ടോ. അപ്പം അത് നമ്മുടെ ഇഷ്ടമാണ് എന്ത് ക്രാഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം അതൊക്കെ തിരഞ്ഞെടുത്ത് നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള നെയിമൊക്കെ ഇട്ട് നമ്മൾ ചാനൽ അടുത്ത മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ് നമ്മുടെ ചാനലിൻ്റെ നെയിം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ക്രാഫ്റ്റ് ചാനലാണെങ്കിൽ അതിനെ കുറച്ച് അട്രാക്റ്റീവായിട്ട് ആരും ഇടാത്ത നെയിം നോക്കി നമ്മൾ ഇടുക. ആദ്യം തന്നെ കുറച്ച് പേര് നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ആ നെയിംസ് നമ്മുടെ യൂട്യൂബിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പെട്ടെന്ന് കയറി ഒന്നും എഡിറ്റ് ചെയ്തിട്ടല്ലേ. ഇതൊക്കെ കുറച്ച് എഡിറ്റിംഗ് പരിപാടി. ലോഗോ ആയാലും നമ്മുടെ ഒരു രീതിക്ക് എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിക്കുക. നല്ല രീതിയിൽ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ലോഗോ ഒക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ലോഗോ ഒന്നും മാറ്റാൻ പാടില്ല കേട്ടോ. ആ ഒരു ലോഗോ ഇട്ടാൽ അത് മാറ്റാൻ പാടില്ല. ഞാൻ മാറ്റിയെന്നാണ് തോന്നുന്നത്, എനിക്കറിയത്തില്ല. ഞാൻ ബ്ലോസം ക്യാൻവാസിൽ മാറ്റിയിട്ടില്ല. എനിക്ക് 2 യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. ഒന്ന് ബ്ലോഗിൻ്റെ യൂട്യൂബ് ചാനലാണ്. അതിന് ഞാൻ മൈക്കൊക്കെ വാങ്ങി നല്ല പ്രൊഫഷണലായിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു ചാനലിൽ പോയി അടിച്ചുപോയി, റെസ്ട്രിക്റ്റഡ് ആയിപ്പോയി. അപ്പം എന്തായാലും അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു ചാനലുണ്ടല്ലോ. അപ്പം നിങ്ങൾ കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള ആർക്കും ഇല്ലാത്ത കുറച്ച് പേരൊക്കെ സജസ്റ്റ് ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. ക്രാഫ്റ്റ് ചാനൽസിലാണെങ്കിൽ കുറച്ചും കൂടി ക്യൂട്ടായിട്ടുള്ളതും ഈസ്തറ്റിക് ആയിട്ടുള്ളതും ലോഗോസ് എടുക്കുക. പിന്നെ ഗൈസ്, എനിക്കൊരു മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും എൻ്റെ ഒരു വീഡിയോയ്ക്ക് 10K അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനെല്ലാവർക്കും താങ്ക്സ്. ആദ്യമായിട്ടാണ് ഒരു വീഡിയോയ്ക്ക് 10K അടിക്കുന്നത്. എൻ്റെ വ്ളോഗിങ് യൂട്യൂബ് ചാനൽ പോലും 10K ഒന്നും അടിച്ചിട്ടില്ല. ഒരു 5K എന്തോ അടിച്ചിട്ടുള്ളൂ. ബട്ട് ക്രാഫ്റ്റ് ചാനലിലും എൻ്റെ ഈ ഒരു ചാനലിൽ 10K അല്ലാതെ എനിക്ക് 5K ആയിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് 11K എന്തോ ആയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും അതിന് താങ്ക്സ്. പിന്നെ ഞാൻ വിചാരിച്ചു, ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഒരു മാസത്തിൽ ഒരു ലോങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം അതിൻ്റെ വല്ല സജഷൻസും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ വീഡിയോസും ഞാൻ എല്ലാവരുടെയും കമൻറ്റൊക്കെ വായിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്, ഷോർട്സിലായാലും ലോങ് വീഡിയോസിലായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ 1 മന്തിൽ ഒരു വീഡിയോ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുള്ളത്. പറ്റുന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു മന്ത് ഏപ്രിലാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത മെയ്യിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അങ്ങനെ വെച്ചിട്ട് ഒരു മാസം ഓരോരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഫക്ട്സ് ഒന്നും വാരി വലിച്ചിടല്ല. ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആയിരിക്കണം. അത് നമ്മൾ ലോങ് വീഡിയോയിലായാലും അങ്ങനെ തന്നെയാണ്, പിന്നെ ഷോർട്ട് വീഡിയോയിലായാലും അങ്ങനെ തന്നെ. അത് നമ്മുടെ റീൽസൊക്കെ ഇടുന്ന മറ്റേ മേക്കപ്പ് അങ്ങനത്തെ ആൾക്കാരായിരിക്കും എഫക്ട്സ് ഒക്കെ വാരി അങ്ങനെ ഇടുന്നത്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ക്രാഫ്റ്റേഴ്സ് ആകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും കൂടെ ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ചിലവർ എഫക്ട്സ് ഒക്കെ വാരിയിടും, പിന്നെ ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ ആയിരിക്കും, ലൈറ്റിംഗ് ഒന്നും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിൻ്റാണ് ട്രൈപോഡ് അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ വേണമല്ലോ. അപ്പം എനിക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ട്രൈപോഡാണ് വേണ്ടത് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഒരു സെൽഫി സ്റ്റിക്ക് മറ്റേ ടാപ്പൊക്കെ ഒട്ടിച്ച് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുമായിരുന്നു. അങ്ങനെയാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ പഴയ വീഡിയോസ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടേപ്പിൻ്റെ മറ്റേ റൗണ്ട് സാധനം വെച്ചിട്ട് അതിന് മുന്നേക്ക് സെൽഫി സ്റ്റിക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ചാൽ അങ്ങനെയൊക്കെ കുറേ ഐഡിയാസ് ഉണ്ട് കേട്ടോ. നമ്മളെ ബുദ്ധി കുറച്ച് വർദ്ധിക്കേണ്ടത് ഇരിക്കുന്നു. അപ്പം അതില്ലെങ്കിൽ നമ്മൾ ട്രൈപോഡ് വാങ്ങും. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ, ഒരു ട്രൈപോഡ് അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. ആ ഒരു വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. 200 സംതിങ്ങിന് താഴെയുള്ള ഒരു ട്രൈപോഡാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അത് നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി വാങ്ങിയാൽ കേട്ടോ. 170 സംതിങ്ങേ ഉള്ളൂ. എന്തായാലും അല്ലാതെ നിങ്ങൾ വാരി വലിച്ച് മറ്റേ 700 സാധനം 400 അങ്ങനെ ഒന്നും വാങ്ങാൻ നിൽക്കണ്ട. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ട്രൈപോഡ്
ഒരു 200-ന് താഴെയായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ മൈക്കിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. പിന്നെ വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ സെറ്റ് വേണമെങ്കിൽ മൈക്ക് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ വോയിസ് ഇങ്ങനെ എടുത്ത് കേൾപ്പിക്കുന്ന രീതിയിൽ നല്ല വൃത്തി വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ മൈക്ക് ഉണ്ടായിരുന്നു. മൈക്ക് വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഓവർ ചെയ്യാൻ മൈക്ക് പഠിച്ചു പോയി. അപ്പം ആ മൈക്ക് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരുന്നില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വയറൊക്കെ ഉള്ള ഒരു മൈക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഈ ഒരു സാധനം ഇത് നമുക്കിവിടെ കൊടുത്തു വയ്ക്കുന്ന ഇവിടെ ഒരു ഇതുണ്ടാകും, ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഇങ്ങനെ കൊളുത്ത് വയ്ക്കാൻ പറ്റും. ഇവിടെ എന്തോ ഉരുക്കായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കൊളുത്ത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതാകുമ്പോൾ മൈക്കിൽ ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല. ബട്ട് എനിക്ക് കൂടുതലും ഇങ്ങനെ പിടിച്ച് സംസാരിക്കാനാണ് ഇഷ്ടം. ബട്ട് ഇത് ഈയിടെയായിട്ട് വർക്കാവുന്നില്ല. ഇതാണ് മൈക്ക്. ഇതെങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതിന് വലിയ റേറ്റൊന്നും ഇല്ല. എൻ്റെ കൂട്ടുകാർ ഗിഫ്റ്റ് ചെയ്തതാണ്. 100 രൂപയുള്ളൂ, 99 രൂപ എന്തോ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു വർഷമൊക്കെ നീണ്ടു നിന്നത് തന്നെ ഇതിൻ്റെ ഭാഗ്യം കേട്ടോ. നമുക്കിങ്ങനെ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഫോണിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങാൻ നിൽക്കില്ല കേട്ടോ. എന്തായാലും ഈ ഒരു സംഭവമാണ് നെക്സ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്. അത് വ്ളോഗേഴ്സ് തന്നെയായിരിക്കും കുറച്ചും കൂടെ ഇത് എന്ന് പറയുമ്പോൾ ഞാൻ ട്രൈപോഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മൈക്കൊക്കെ വാങ്ങിയിട്ട് മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ അതൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ആദ്യം. അത് കഴിഞ്ഞ് ഡെവലപ്പായിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങി കൂട്ടുക കേട്ടോ. അല്ലാതെ ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ വാങ്ങി ഞാൻ പൊളിക്കും, ഞാൻ ഒരു വീഡിയോയ്ക്ക് എൻ്റെ 10K ഒക്കെ അടിക്കും എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഗൈസ്. അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചം കൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെയൊന്നും നടക്കത്തില്ല. അയ്യോ, എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും വയ്യ. ഇത്രയൊക്കെ തന്നെ ഇതിൻ്റെ വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ അടുത്ത ലോങ് വീഡിയോസ് ആയിട്ട് അടുത്ത മന്ത് കാണാം. പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും പല സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക. പിന്നെ ഇതേപോലത്തെ കണ്ടൻസൊക്കെ വല്ലതും ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റൊക്കെ ഇടുക. എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനി കുറേ വീഡിയോസൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ പിള്ളേരുടെ നെയിമൊക്കെ കമൻറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഇനിയൊട്ടുള്ള വീഡിയോസിൽ വരുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്, നെയിം ലെറ്റർ കിച്ചൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സംഭവം വെച്ചിട്ട് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പിന്നെ ഇടണം. അതായിരിക്കും ദിസ് ഇസ് സിയാഷ. എന്തായാലും ബൈ.